സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിന്റെ ഒരു കുറച്ച് പോർഷന്റെ അപ്ഡേറ്റ് ആണ്. വേറെ നമ്മളെ ആ ഒരു എപ്പിസോഡ് തീർന്ന സമയത്ത് നമ്മുടെ ആദിലയുടെ വളരെ മോശം രീതിയിൽ അല്ലെങ്കിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി നമ്മളെല്ലാവരും കാണാനിടയായി. കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന അനീഷിന്റെ മുഖത്ത് നമ്മുടെ ബോഡി ലോഷനോ അങ്ങനെ എന്തോ ഒരു ക്രീം തേച്ചിട്ട് പോകുന്നു. അനീഷിന്റെ മാത്രമല്ല അക്ബർ, നമ്മുടെ ഷാനവാസിന്റെ മേത്ത് തേക്കുന്നുണ്ട്, ജിഷിന്റെ മേത്ത് തേക്കുന്നുണ്ട്. വളരെ മോശമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ അതിന് മുമ്പത്തെ ഒരാഴ്ച ജയിൽ ടാസ്കിനിടയിൽ ആദില പുറത്തു പോയിട്ടിരിക്കുമ്പോൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് അനീഷ് ആദിലയെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു സംഭവമാണ് ആദില അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവര് തമ്മിൽ മാത്രമുള്ള ഒരു ഇറിറ്റേറ്റിംഗ് പരിപാടികൾ കുഴപ്പമില്ല. ഒരു ടോം ആൻഡ് ജെറി കോംബോ എന്ന രീതിയിൽ പല രീതിയിൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജസ് വെക്കാതെ രണ്ടുപേരും എൻജോയ് ചെയ്ത് തന്നെ ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. ബട്ട് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ ഈ ഒരു പരിപാടി ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ലൈവിൽ എന്ന് പറയുന്നത് 1 മണി 2 മണി നേരത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആളുകളൊക്കെ നല്ല ഡീപ്പ് സ്ലീപ്പിലാണ്. അനീഷിന്റെ മുഖത്ത് കൊണ്ടേ തേക്കുക എന്ന് പറയുമ്പോൾ അത് ഉറക്കത്തിലാണെന്നുണ്ടെങ്കിൽ പോലും അറിയാതെ പോലും കണ്ണിലോ വായിലോ ഒക്കെ പോയിട്ട് എന്തെങ്കിലും ആയി കഴിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു സീനാകും. അതുപോലെ അനീഷിന്റെ മാത്രമല്ല മറ്റു പല കണ്ടസ്റ്റൻസിനെയും നല്ല ഡീപ്പ് സ്ലീപ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ അക്ബർ ഖാന്റെ മേത്ത് പോയി തേക്കുന്നു, ജിഷിന്റെ മേത്ത് പോയി തേക്കുന്നു. അപ്പം ഉറക്കത്തിനിടയിലാവുമ്പോൾ അവർ തേച്ച് അത് കൈ കൊണ്ടാണെങ്കിലും പോലും തേച്ച് അത് എവിടെയാണ് തേക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ ബെഡിലും തുണിയിലും എല്ലാം ആകുന്നു. ഇങ്ങനെയുള്ള തമാശകൾ കൂടി കഴിയുമ്പോഴാണ് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അതിൽ ഒരു പരിധി വരെയും നമ്മൾ പ്രേക്ഷകരെയൊക്കെ നല്ല രീതിയിൽ ഇപ്പം വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ വരുന്നുണ്ടെന്ന് ഗസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡ്സ് ഒക്കെ വന്നതിന് ശേഷം മനസ്സിലാക്കി ആദിലേക്ക് നല്ല രീതിയിലുള്ള ഒരു അഹങ്കാരമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പം കഴിഞ്ഞ ഒരു നെവിന്റെയും നമ്മുടെ ഷാനവാസിന്റെ ഇഷ്യൂവിൽ ആദിലയുടെ നിലപാടുകളും അതുപോലെ തന്നെ ആദിലയുടെ ഡബിൾ സ്റ്റാൻഡുകളും കുത്തിത്തിരിപ്പും എല്ലാം പുറത്ത് എക്സ്പോസ്ഡ് ആയതാണ്. അതിനുശേഷവും ഒന്ന് ഒതുങ്ങി നിന്നെങ്കിൽ പോലും ഇതുപോലെയുള്ള വെറുപ്പിക്കൽ ആക്ടിവിറ്റീസ് ആദിലയുടെ സൈഡിൽ നിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പരിധിവരെ നമ്മുടെ നോറയെ കൂടി ബാധിക്കും. കാരണം നല്ല രീതിയിൽ വെറുപ്പിച്ചു കൂട്ടുന്നുണ്ട് ആദില. സോ ഈ ഒരാഴ്ച നൂറ നോമിനേഷനിൽ നിന്ന് ഫ്രീ ആയതുകൊണ്ട് ചിലപ്പോൾ ആദിലയ്ക്ക് കുറച്ച് വോട്ടുകൾ നൂറയുടെ സൈഡിൽ നിന്ന് കിട്ടിയേക്കാം. അതല്ല ആദിലയുടെ ആക്ടിവിറ്റീസിൽ തീർത്തും താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദിലയ്ക്ക് ഈ ഒരാഴ്ച പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന പരിപാടികളൊക്കെ. അത്രയ്ക്കും ആളുകളെ വെറുപ്പിക്കുന്നുണ്ട്. കണ്ടസ്റ്റൻസിനെ ആണെന്നുണ്ടെങ്കിൽ പോലും, നമ്മൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെ മറ്റു പലരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറഞ്ഞ് കുത്തിരിപ്പും ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഇതുപോലെ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്നവരെയൊക്കെ ബുദ്ധിമുട്ടിച്ചുകൾ കൊണ്ട് ഇതുപോലെയുള്ള ബോഡി ക്രീമും അതും ഇതും ഒക്കെ മേത്തും അവിടെ ഇവിടെ എല്ലാം തേച്ച് പിടിപ്പിച്ച് ഈ 2-3 മണിക്കൊക്കെ തേക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തീർത്തും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. രാത്രിയിൽ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ എപ്പിസോഡിന്റെ ഒരു അവസാനം ഞാനത് കണ്ടിരുന്നു. അത് ഇന്നലെ അത് പറയാനുള്ള സമയം കിട്ടിയിരുന്നില്ല. സോ ഇപ്പോഴാണ് അതേപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിയത്. അതിലെന്താണെന്നുണ്ടെങ്കിലും വെറുപ്പിച്ചു കൂട്ടുന്നുണ്ട്. ഈ ആഴ്ച കടന്നു പോകാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.